ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് നാട്ടിലോട്ട് എത്തിയിട്ട് സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രാവിലെ കോഫിയൊക്കെ കുടിച്ചു. രാത്രി നല്ല മഴയായിരുന്നേ, പക്ഷേ രാവിലെ ആയപ്പോൾ ക്ലൈമറ്റൊക്കെ ഒരുവിധം ഓക്കെ ആയിട്ടുണ്ട് കേട്ടോ. അമ്മ രാവിലെ അടുക്കളയിൽ ഓരോരോ ജോലിയിലാണ് കേട്ടോ. രാത്രിയിലെ മഴയിൽ തന്നെ പുറത്തെല്ലാം നല്ല മോശമായിട്ടുണ്ട്, ചെളിയൊക്കെ ആയിട്ട്. ഈ കൂട് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പണി ചെയ്തുകൊണ്ടിരുന്നതാണ് കേട്ടോ. ഇപ്പം അതൊക്കെ ഓക്കെ ആയി. കോഴിയൊക്കെ ഇപ്പം അതിലാണ് ഉള്ളതേ. പുറത്ത് നമുക്ക് വിറകടുപ്പുണ്ട്, അവിടെയാണ് കേട്ടോ ചോറും മീൻകറിയൊക്കെ പുറത്ത് വെച്ച് വെക്കും. ബാക്കി അല്ലാത്ത സംഭവങ്ങളും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉള്ളിൽ ഗ്യാസിലാണ് കേട്ടോ വെക്കുന്നത്. ഇവിടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ശരിക്കും മടിച്ചാവും കേട്ടോ. കിച്ചണിലെ ജോലിയെല്ലാം അമ്മ തന്നെയാണ് ചെയ്യുന്നത്. രാവിലെ നല്ല പുട്ടും അരിപ്പുട്ടും നല്ല ഉരുളക്കിഴങ്ങ് കറിയുണ്ട് കേട്ടോ. നല്ല വറുത്തരച്ച് വെച്ച കറിയാണ്, ഭയങ്കര ടേസ്റ്റാണ്. നല്ല ചിക്കൻ കറി പോലെ തന്നെയുണ്ട് ശരിക്കും പറഞ്ഞു. അങ്ങനെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് അയറ ഭയങ്കര ബഹളമാണ് കേട്ടോ. ഒരു ബീട്രൂട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് അത് ലിപ്സ്റ്റിക്കായിട്ട് ഇടാൻ വേണ്ടിയിട്ട് മുറിച്ച് കൊടുക്കാൻ വേണ്ടി പറയുവാണ്. അങ്ങനെ അതും പറഞ്ഞ് നല്ല ബഹളം ഉണ്ടാക്കുന്നുണ്ട് രാവിലെ തന്നെ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചോറൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അമ്മ പുറത്ത് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേക്കും പിന്നെ ഇന്നത്തെ ബാക്കി ജോലിയെല്ലാം ഞാനാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് കുറച്ച് പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നേ, അതൊക്കെ കഴുകി വെച്ചു. ഇവിടെ പൂച്ചേരോട് ഭയങ്കര കളിയൊക്കെയാണ് കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചയെന്ന് പറഞ്ഞാൽ. അതിൻ്റെ പുറകെ നടക്കും ഇങ്ങനെ. പിന്നെ അമ്മ ഇന്നലെ ഐസ്ക്രീം മേടിച്ചിട്ടുണ്ടായിരുന്നേ. ഇവിടെ ഐസ്ക്രീമിൻ്റെ വലിയ പുള്ളിയാണ് കേട്ടോ ഇരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ പാത്രം കൊണ്ടുവരും, കുറേശ്ശെ കുടിക്കും പോവും അങ്ങനെയൊക്കെ. രാവിലെ എണീറ്റ പാടെ ഇങ്ങനെ വീടെല്ലാം തുടയ്ക്കും കേട്ടോ. വീട് തുടച്ചൊന്ന് നല്ല നീറ്റായി കഴിഞ്ഞാൽ ബാക്കി ജോലിയൊക്കെ ചെയ്യാനൊരു സുഖമുള്ളൂ. പിന്നെ മീൻകറി വെക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ മേടിച്ച മീൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നേ, നെത്തോലിയായിരുന്നു കേട്ടോ. കഴുകാനെടുക്കുമ്പോൾ തന്നെ എൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ പുറത്തിരുന്ന മീനെല്ലാം വൃത്തിയാക്കി എടുത്തത് അപ്പം തന്നെ ഇങ്ങനെ ക്ഷമയില്ലാതെ എൻ്റെ കാലിൻ്റെ അടുത്തൊക്കെ വന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ രണ്ടുപേരും. പിന്നെ എല്ലാം കഴുകി കഴിഞ്ഞിട്ട് ഒരു പാത്രത്തിലാക്കി അതിൻ്റെ വേസ്റ്റ് എല്ലാം കൊണ്ടുവച്ച് കൊടുത്തേ. രണ്ടുപേരും നല്ല തട്ടുന്നുണ്ട്. പിന്നെ കുറച്ച് നെത്തോലി എടുത്ത് ഫ്രൈയും ആക്കി, ബാക്കി നല്ല മുരിങ്ങയ്ക്കയൊക്കെ ഇട്ട് കറി വെച്ച് കേട്ടോ. ഇവിടെ വീട്ടിലാവുമ്പോൾ രാവിലെ വീട്ടിനകത്തുള്ള കുറച്ച് ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ വേഗം ഡ്രസ്സും കൂടെ അലക്കിയിടും കേട്ടോ. അപ്പോൾ അതും കൂടെ ആയാലും ഒരുവിധം പണിയെല്ലാം ആവുമല്ലോ. ഈ ഫോണിൽ വീഡിയോയിലൊക്കെ സാരി ഉടുത്ത് നിൽക്കുന്നതൊക്കെ കണ്ടിട്ടിപ്പം സാരി ഉടുക്കലിൻ്റെ ഭയങ്കര ഫാനായിട്ടുണ്ട് കേട്ടോ അയറ. അങ്ങനെ ഒരു ഷോളൊക്കെ കുത്തി ഇങ്ങനെ അമ്മ കുത്തി കൊടുത്തതാണ്. അതൊക്കെ കാണിച്ചിങ്ങനെ കുറച്ച് ഷോയൊക്കെ കാണിക്കുന്നുണ്ട്. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു വൈകുന്നേരമൊക്കെ ആയി കേട്ടോ സമയം. ഇത് നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ ഉണ്ടായതാണ് കേട്ടോ, പപ്പായ. റെഡ് ലേഡിയാണേ ശരിക്കും. നല്ല റെഡ് കളറാണ്. പിന്നെ കഴിക്കാനും ഭയങ്കര മധുരമാണ് കേട്ടോ. മറ്റ് നാടൻ ടൈപ്പിനേക്കാളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത് കഴിഞ്ഞ പ്രാവശ്യം ഷെറിഷൻ്റെ വീട്ടിൽ പോയപ്പോൾ മമ്മി തന്നതാണ് കേട്ടോ. ചുരിദാർ തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഞാൻ അതിന് എടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെ അളവിന് കൊടുത്ത് തയ്പ്പിക്കാമെന്ന് വെച്ചിട്ട് അതൊക്കെ മടക്കി വെച്ചു. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കുറച്ച് ദിവസമായിട്ട് അയറയുടെ കയ്യിലൊക്കെ ഇങ്ങനെ റാഷസ് ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ചെറുതായിട്ട് പനിയും ഉണ്ട് അവൾക്ക്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അങ്ങനെ ഡോക്ടറെയൊക്കെ കാണിച്ചു, ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതിന് വേണ്ടിയിട്ട് വന്നു. പക്ഷേ അയറ ആദ്യം കുറേ കഷ്ടപ്പെട്ടു കേട്ടോ ബ്ലഡ് എടുക്കാൻ വേണ്ടിയിട്ട്. കുറേ സമയം, ഒരു അരമണിക്കൂറോളം ഇങ്ങനെ നോക്കിയിട്ടാണ് കേട്ടോ വെയിൻ കിട്ടിയത്. ആദ്യം ഒന്ന് ചെറുതായിട്ട് ചിണുങ്ങിയെങ്കിലും ആള് നല്ല കോപ്പറേറ്റ് ചെയ്തേ. അങ്ങനെ ഭയങ്കരമായിട്ട് കരയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അങ്ങനെ ടെസ്റ്റിന് ബ്ലഡൊക്കെ എടുത്ത് ഒരു 2 ദിവസം കഴിഞ്ഞ റിസൾട്ട് കിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡോക്ടറെ കാണിച്ചിട്ട് മെഡിസിനൊക്കെ ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പം എന്തോ മുന്നത്തെക്കാലം കറക്റ്റായിട്ട് മെഡിസിനൊക്കെ ആൾ കഴിക്കുന്നുണ്ട്. ഗുളികയല്ല, ടാബ്ലറ്റ് കഴിക്കത്തില്ല, പക്ഷേ സിറപ്പായിട്ടുള്ളതൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കടയിൽ കയറി കുറച്ച് സ്നാക്സൊക്കെ മേടിച്ച് അവൾക്ക് ഐസ്ക്രീമൊക്കെ മേടിച്ച് കൊടുത്ത് ഹാപ്പിയാക്കി. അങ്ങനെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരോടൊക്കെ ഇരുന്ന് ഭയങ്കര കളിയും ബഹളമൊക്കെ ആണേ. കുറേ സമയം കളിച്ച് കഴിഞ്ഞിട്ട് അയറുടെ ഫ്രണ്ട്സൊക്കെ എല്ലാവരും പോയി കേട്ടോ. അങ്ങനെ വൈകുന്നേരമൊക്കെ ആയി. പുറത്തുനിന്ന് വന്നപ്പോൾ മേടിച്ചിട്ട് വന്ന സ്നാക്സൊക്കെ കൂട്ടി എല്ലാവരും ചായയൊക്കെ കുടിക്കുവാണേ. ചായ അല്ല കേട്ടോ, കോഫിയാണേ. ഇവിടെ വന്നതിന് ശേഷം ഇപ്പോൾ ഫുൾ ടൈം കോഫിയുടെ ആളായി മാറി കേട്ടോ എല്ലാവരും.
ഹൈറയ്ക്ക് ഫോണിൽ ഓരോ ഇങ്ങനെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്ത് വെച്ചിട്ട് ഡാൻസിൻ്റെ വീഡിയോ പ്ലേ ചെയ്ത് വെച്ചിട്ട് അത് കണ്ടിട്ട് അതുപോലെ സ്റ്റെപ്പ് ഇട്ട് നന്നായിട്ട് ഡാൻസൊക്കെ ചെയ്യുന്നുണ്ടേ. നമ്മളവളെ ശ്രദ്ധിക്കുന്നതെന്ന് അറിയുമ്പോൾ ആൾ ഭയങ്കര ഷൈ ആണ്. പക്ഷേ നമ്മൾ മൈൻഡ് ആക്കാതിരുന്ന് കഴിഞ്ഞാൽ അതുപോലെ ഇങ്ങനെ കളിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈവനിങ് കോഫി വിശേഷങ്ങളോടുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണേ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ഇഷ്ടപ്പെടുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത ദിവസം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.